ജീവിതത്തിൽ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും ഭയങ്കരമായിട്ട് ദൈവത്തെ കണ്ട് ജീവിക്കണവർ കഷ്ടപ്പെട്ടാണ് ജീവിക്കണതെങ്കിൽ മനസ്സിലാക്കുക, അവരുടെ ഉള്ളിൽ അവരുണ്ടാക്കിയൊരു ദൈവമുണ്ട്. കാരണം ദൈവത്തെ ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ ഒരു ദൈവത്തെയും കുടിയിരുത്താനും പറ്റില്ല. ഒരു വേദഗ്രന്ഥത്തിനും ഒരു കാലത്തും ദൈവത്തിനെ മുഴുവനായിട്ട് വിശദീകരിക്കാനും പറ്റില്ല. അപ്പം നമ്മൾ അറിഞ്ഞ ഒരു ദൈവമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആ അറിവെന്ന് പറയണത് മാത്രമാണ് നമുക്ക് വിനയായിട്ടുള്ളത്. കാരണം ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ജീവിതം. അല്ലെങ്കിൽ ദൈവമെന്ന് പറയുന്ന അവസ്ഥ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് ആ ശക്തി, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഓരോരുത്തരും അവനവൻ്റെ തിരിച്ചറിവിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഒരിക്കലും ഒരു അറിവാക്കിയിട്ട് ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ ഒരു കഥയിലൂടെയോ നമുക്ക് അതിനെ വിശദീകരിക്കാൻ പറ്റില്ല. നമുക്കതിൻ്റെ പൊട്ടും പൊടിയും അവിടെ നിന്നും ഇവിടെ നിന്നും കണ്ട ആ ഐശ്വര്യത്തിൻ്റെ ഭാഗം നമുക്ക്, അതായത് ആ ഈശ്വരനുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമുക്ക് വന്ന ഐശ്വര്യത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. മറിച്ച് എൻ്റെ ദൈവം ഇന്നതാണെന്ന് എപ്പോഴാണോ നമുക്ക് തോന്നിയത്, അല്ലെങ്കിൽ ആ ചിന്തയിൽ എപ്പോഴാണോ ഞാൻ എന്നെ ഉറപ്പിക്കാൻ നോക്കുന്നത്, ആ നിമിഷം തൊട്ട് ഇതിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ദൈവമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഫുള്ള് എല്ലായിടത്തും ഉള്ളതാണ്. നമ്മുടെ ഒരു ചെറിയ അറിവിൽ ഒരിക്കലും നമുക്കതിനെ ഒരു കൂട്ടിലിട്ട് കെട്ടാൻ പറ്റില്ല. കൂട്ടിലിട്ട് കെട്ടാതെ നമ്മൾ തുറന്നു കഴിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദൈവികതയെ അനുഭവിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അറിഞ്ഞെന്ന് പറയുമ്പം ഇതിനേക്കാൾ താല്പര്യം, ഓക്കെ ഇതിനെ എടുത്ത് മടക്കി വെച്ച് ഇതിങ്ങനെയാണ്, എന്നിട്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് ഈ പ്രവർത്തനം, ദൈവികമായ പ്രവർത്തനം എന്നിൽ നടക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാതെ ഞാൻ ഒരുപാട് കാര്യങ്ങളെ പുറകെ പോകുമ്പം അവിടെ നമ്മൾ തിരിച്ചറിയുക. കാരണം അനേകായിരം കോശങ്ങളും അനേകായിരം ഊർജ സ്രോതസ്സുകളുടെയും പ്രവർത്തന ഫലമായിട്ടാണ് ഈ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു നിമിഷം ഞാൻ എന്നെ ശ്രദ്ധിക്കാതിരിക്കുമ്പം ആ ശ്രദ്ധയില്ലായ്മയുടെ ആഘാതം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും കണക്ക് കൂട്ടാൻ പോലും പറ്റാത്തതാണ്. കാരണം അതിനു മാത്രം ഒരു വലിയ ശക്തി ഇതിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവനോടെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജീവനോടെ നിലനിൽക്കാൻ വേറെ ഒരു ശക്തിക്കും സാധ്യമല്ല. വേറെ ഒരു ശക്തിക്കും, അതായത് സയൻസിന് പറ്റില്ല, മതത്തിന് പറ്റില്ല, ശാസ്ത്രത്തിന് പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളെ ദൈവത്തിനെ അറിയുമെന്ന് പറയുന്ന ആ അറിവ് പോലും പറ്റില്ല. അപ്പോൾ ആ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുവരുന്ന നിമിഷം തൊട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി. കാരണം എവിടെയാണോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് അവിടെ എൻ്റെ ദൈവം ഇങ്ങനെയാണെന്ന് നമ്മൾ തീരുമാനമെടുത്ത് ആ തീരുമാനം എടുക്കുമ്പോഴും ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഇതിൻ്റെ ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് എങ്ങനെയാണോ ഇത് ഈ ഉള്ള സംഗതി അപ്പോഴും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതാരും ഉണ്ടാക്കിയതല്ല, ഇത് ഇങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തിക്കുന്നത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മാനസികാവസ്ഥയെ എവിടെയും കൊണ്ടുപോയി കെട്ടാതിരിക്കണം. അപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള പ്രോസസ്സിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയാണ്. അപ്പം സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ഭാഗവുമായിട്ട് ചേർന്നിരിക്കുകയാണ്. മറ്റേതൊരു മാനസിക തലം ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ഹോൾ സിസ്റ്റത്തിനെ അതിൽ കൊണ്ടുപോയി കുടിയിരുത്താൻ നോക്കുകയാണ്. അതായത് പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപാരമായ ദൈവിക ശക്തിയെ ഒരു പള്ളിയിലോ അമ്പലത്തിലോ കൊണ്ടുപോയി കുടിയിരുത്താൻ ശ്രമിക്കുന്നത് പോലെ. കാരണം ആ പള്ളിയിലും അമ്പലത്തിലും ഈ പ്രപഞ്ചത്തിലും മുഴുവൻ ആ ദൈവമാണുള്ളത് എന്നതുപോലെ ഈ ശരീരത്തിൽ മുഴുവനുള്ളത് ഈ ദൈവികമായ അവസ്ഥ തന്നെയാണ്. ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു പൊടി പോലും ഇതിലില്ല. അപ്പം ഈ ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ ഉള്ള അവസ്ഥയിൽ ഞാൻ ഇന്നതാണെന്ന് ആരെക്കൊണ്ടാണ് തീരുമാനിക്കാൻ പറ്റുക? അവിടെയാണ് രോഗങ്ങൾ വരുന്നത്. അപ്പോൾ എത്രത്തോളം ഫ്ലെക്സിബിലിറ്റി, മനസ്സിലായോ? എത്രത്തോളം ഈ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് യാതൊരു മാറ്റവുമില്ലാതെ, കാരണം നമ്മൾ ഇരുന്നിട്ട് ഈ മാറ്റങ്ങളെ കാണുന്നു, ഈ മാറ്റങ്ങളിൽ നമ്മൾ വിട്ടുപോണില്ല, മനസ്സിലായോ? അതായത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ കാണുന്ന ഒരു ശക്തി, അല്ലെങ്കിൽ ആ സ്റ്റേബിളായിട്ടുള്ള ആ പവർഫുള്ളായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ ജീവൻ എന്ന് പറയുന്ന അവസ്ഥ ഉള്ളവർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ.
മറ്റത് കണ്ടതും കേട്ടതും വെച്ചിട്ട് അവനാൻ കെട്ടിപ്പടുത്ത ആ ഒരു സാമ്രാജ്യത്തിനാണ് നിലയും വിലയും കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന നിലയും വിലയും മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന നിലയും വിലയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന നിലയും വിലയും മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്ന നിലയും വിലക്കും യാതൊരു കാര്യവുമില്ല. അവിടെയാണ് മനുഷ്യന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ കഷ്ടപ്പാടില്ലാതെ ജീവിക്കാൻ ഒരു നിലയും വിലയിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി നല്ല നിലയിൽ വില മതിക്കാനാവാതെയാണ് ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് സംഭവിപ്പിക്കാൻ എത്ര കോടി രൂപ ഉണ്ടായാലും നടക്കില്ല, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നടക്കില്ല. ഇത് നടക്കുന്നത് അറിയണമെങ്കിൽ ഇതുണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ ഫോക്കസ് ചെയ്യുക, ഇതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഭാഗം, ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് നിലയും വിലയും തരാൻ പറ്റുന്ന സാധനം. ബാക്കിയുള്ളതെല്ലാം ടെമ്പററിയാണ്. ബട്ട് ദിസ് ഈസ് ഓൾവേസ് പെർമനൻറ്റ്.